നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷൻസുകൾ മനസ്സിലാക്കേണ്ട റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയം എങ്ങനെയാണെന്നും എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് ഓരോ കാര്യങ്ങളും വന്നു ചേരുന്നതെന്നും എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന കാര്യങ്ങളെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നും എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിയെ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ കരിയർ ആയിട്ടാണേലും ഫിനാൻസ് ആയിട്ടാണേലും റിലേഷൻഷിപ്പുകളെയും എല്ലാം നമ്മൾ ഓരോ യൂണിവേഴ്സൽ മെസ്സേജിലും കണക്റ്റ് ചെയ്ത് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായൊരു ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ കമൻറ്റിൽ അഫർമേഷൻസ് എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് എത്ര രൂപയാണോ ഏൺ ചെയ്യേണ്ടത്, എത്രയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനം വേണ്ടത്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ വന്നു ചേരുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ് എന്ന് തന്നെ നിങ്ങൾ എഴുതണം. കടം ബാധ്യത അതൊന്നും നമ്മൾ എടുക്കരുത്. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ സമ്പാദിക്കുന്നു എന്നൊക്കെ മാത്രമേ പറയാൻ പാടുള്ളൂ. അഫർമേഷൻസിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പും നിങ്ങൾക്കതുപോലെ എഴുതാം. അതുപോലെ കരിയർ പാതയിലും നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ജോബിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളും മാറ്റങ്ങളെക്കുറിച്ചും ജോലി കയറ്റത്തെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് എഴുതാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. അവരുടെ വിവാഹ തടസ്സം മാറുന്നതിന്, അവരുടെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വരുന്നതിന്, അവരാഗ്രഹിക്കുന്ന എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാൻ, വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതിയാൽ മതി. അവരുടെ ജീവിതം മാറി വരും. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ മക്കളെക്കുറിച്ച് എന്താണോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നമ്മുടെ ഫാമിലി ജീവിതത്തിൽ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട്, മക്കളുടെ ക്യാരക്ടർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട്, വൈഫിൻ്റെ ക്യാരക്ടർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട്, നമ്മളുടെ കൂടെ ജീവിക്കുന്ന പേരൻസിൻ്റെയൊക്കെ ആ ഒരു ദേഷ്യം അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ നിങ്ങൾക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാം. റൈറ്റ് ഹീലിങ്ങും കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ വജ്രഘോഷം ഇട്ടിട്ടുണ്ട്, വരാഹി മന്ത്രം. അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കാര്യതടസ്സം, ശത്രുദോഷം, ബ്ലാക്ക് മാജിക് എനർജി ഇതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുപോകാം. അതൊന്നും ഒരിക്കലും നിങ്ങളിലേക്ക് ഏശാത്ത വിധമുള്ള ഒരു മന്ത്രമാണത്. അതുപോലെ മണി അഫർമേഷൻസ് ഒരിക്കലും മുടക്കാതെ 21 പ്രാവശ്യമെങ്കിലും, 108 തവണ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ മണി അഫർമേഷൻസ് ഒരു 21 പ്രാവശ്യമെങ്കിലും ഡെയിലി നിങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയുണ്ടാകും. നിങ്ങളുടെ കർമ്മ, ഫിനാൻഷ്യൽ കർമ്മ, അതുപോലെ പൂർവിക കർമ്മ ഇതെല്ലാം അതിലൂടെ അവസാനിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക. വിശ്വാസത്തോടു കൂടിയും നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ. ഇപ്പോഴും ഓരോരുത്തർ മെഡിസിൻ കഴിക്കുന്ന കാര്യം പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനല്ല നിങ്ങൾ മരുന്ന് കൊടുക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിനാണ് നിങ്ങൾ മരുന്ന് കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ റൈറ്റ് ഹീലിംഗ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഉറക്കക്കുറവാണെന്നും ഡിപ്രഷൻ ആണെന്നും ആൻസൈറ്റി ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ഗുളികകൾ ഡോക്ടർമാരെ കണ്ട് മേടിച്ച് കഴിക്കുമ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ശരീരത്തിലേക്കാണ് ചെല്ലുന്നത്, നിങ്ങളുടെ മനസ്സിനല്ല അത് ഫലം ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിന് ഫലം ചെയ്യണമെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക. നിരന്തരം എഴുതുക. ഇനിയിപ്പോൾ ഉറക്കമില്ലെങ്കിൽ രാത്രി എഴുന്നേറ്റിരുന്ന് എഴുതി അത് കത്തിച്ച് കളയുക. നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവാകുന്ന ഒരു വ്യക്തിയോട് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലച്ചത് എന്തു പ്രോബ്ലംസ് ആണോ അത് നിങ്ങൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഡോക്ടറിന് മുമ്പിൽ നിങ്ങൾ ചെല്ലുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയും. ഉടനെ നിങ്ങൾക്ക് കുറച്ച് മെഡിസിൻ എഴുതി തരും, ഉറങ്ങാനും മറ്റേ ഡിപ്രഷനും ആൻസൈറ്റിയെന്നും അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ട്രെസ് എനർജി മാറാനാണെന്നും BP താഴാനാണെന്നും BP കൂടാനാണെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെഡിസിൻ തരും. നിങ്ങളത് ചെയ്യുന്നതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിനേറ്റ ക്ഷതം മാറാൻ മെഡിസിനല്ല, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ പ്രാർത്ഥന, ഹീലിംഗ് പ്രോസസ്സിങ്
അതായത് ഇന്നർ ഹീലിംഗ് നടത്തണം. ആ ഇന്നർ ഹീലിങ്ങിനെയാണ് നമ്മൾ റൈറ്റിംഗ് ഹീലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു സംസാരിക്കാൻ മനസ്സിൽ കിടക്കുന്ന കാര്യം എഴുതി പ്രപഞ്ചശക്തിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് കത്തിച്ച് കളയുക. നിങ്ങളൊരു 10 ദിവസം ചെയ്താൽ മതി മക്കളെ, നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇമോഷണൽ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പുകളിലെല്ലാം ഒരു ചേഞ്ചിങ് വരുന്നു ഇന്നത്തെ ദിവസമെന്നാണ് പറയുന്നത്. പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്ന എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്കൊരു പൊരുത്തപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പോസിറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുമായിട്ട് ആരെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നു. ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളോട് ഇന്ന് സോറി പറയാനുള്ള ഒരിട വരുന്നുണ്ട്. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒരു പൊരുത്തത്തോടു കൂടി പെരുമാറാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ബുദ്ധിപൂർവം കാര്യങ്ങൾ മാറുന്നതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലൈൻഡ് എനർജി അല്ലെങ്കിൽ ഒരു ഡാർക്ക് എനർജിക്ക് ഒരു ചേഞ്ചിങ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് ഇമോഷണൽ തലം മാറുന്നു കേട്ടോ. ഹാർട്ട് ചക്രയുടെയൊക്കെ ഒരു വർക്കിംഗ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനസിക ശക്തി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു. മനസ്സുകൊണ്ടൊരു പവർഫുള്ളാകുന്ന സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സൺറൈസിങ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു സന്തോഷത്തിൻ്റെ, ഒരു ഹാപ്പി മൊമെൻറ്റ്സിൻ്റെ, വളരെയധികം പോസിറ്റിവിറ്റിയുടെ. ഇനിയിപ്പം നിങ്ങളെപ്പോഴും ഒരു ഡൗൺ എനർജിയിൽ ഇരുന്ന വ്യക്തികളാണെങ്കിൽ, ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു സത്യസന്ധത, ആത്മാർത്ഥത, അങ്ങനെ വളരെ ക്ലാരിറ്റിയോട് കൂടിയും വളരെ വ്യക്തതയോട് കൂടിയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു എനർജിയുടെ പ്രസൻസാണ് ലഭിക്കുന്നത്. വളരെ ഹാപ്പിനെസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ മാറി പിണങ്ങിയൊക്കെ ഇരുന്ന സൗഹൃദങ്ങളൊക്കെ നിങ്ങളോട് ഇന്ന് ഇണങ്ങി ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിണക്കങ്ങൾക്കൊക്കെ ഒരു അവസാനം വരുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് തുറന്ന് സംസാരിക്കാനും ആ തുറന്ന് സംസാരിക്കുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നതായിട്ടുമൊക്കെ നമുക്ക് ഇന്നത്തെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നെറ്റ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മടി പിടിച്ചിരിക്കരുതെന്നാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നാണ്. നിങ്ങൾക്ക് വിജയത്തിൻ്റെ ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുക. കരിയർ എനർജിയിലൊക്കെ നിൽക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് സാധ്യമാകുന്നുണ്ട് കേട്ടോ. ഒരു വിജയം നിങ്ങൾക്കിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു അഭിനന്ദനം ഇന്ന് കേൾക്കാനും മറ്റുള്ളവരുടെ ഒരു ഒരു റെസ്പെക്റ്റ്, മറ്റെല്ലാവരും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനും നിങ്ങളെ അനുഗമിക്കാനുമുള്ളൊരിടയൊക്കെ ഇന്നത്തെ ദിവസം വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളെ കണ്ടു പഠിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യണം, അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വളരെ കൺട്രോൾ ചെയ്യണം കേട്ടോ. വളരെ എടുത്തുചാട്ടം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു കൺട്രോളിങ് എനർജി വരുത്തണം. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം പുലർത്തേണ്ടതാണ് കേട്ടോ. അത് കരിയർ പാതയിലാണെങ്കിലും പുറമെ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും, ചിലരെ സംബന്ധിച്ചൊക്കെ ഈ നേതൃപാടവമൊക്കെ നടത്തുന്നവർ, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിലും മറ്റു എവിടെയാണെങ്കിലും ഒരു നേതൃപാടവം, ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ വിവേകത്തോടു കൂടി വളരെ ആലോചിച്ച് മാത്രമാണ് കേട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ പഴയ പാസ്റ്റിൽ ചില എക്സ്പീരിയൻസിന് ബേസ് ചെയ്ത് മാത്രമേ നിങ്ങൾ ഇന്നത്തെ ദിവസം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാവുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പ്രൊട്ടക്ഷനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരു ലേഡി പ്രസൻസിൻ്റെ സപ്പോർട്ട്, മസ്കുലൻ എനർജീനൊക്കെ സംബന്ധിച്ച് ഒരു ലേഡി പ്രസൻസിൻ്റെ സപ്പോർട്ട് ഇന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ
തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില ഇടങ്ങളിൽ നിന്നൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കരിയർ പാതയിനെ ബേസ് ചെയ്താണ് കേട്ടോ. അതായത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഇന്നൊരു നേതൃപാടവം ഉണ്ടാവുന്നു. അതിനെ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ രീതിയിലും മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ എനർജി, ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി, കുറച്ച് ടൈം മാനേജിങ് ഒക്കെ കുറഞ്ഞ ആളുകളുടെ എനർജിയാണ് കേട്ടോ. മടി കാണിക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു പ്രക്രിയയാണ്. നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം. അത് നമ്മളുടെ മുഴുവൻ കഴിവുകളെയും പൂർണ്ണമായിട്ട് നശിപ്പിച്ച് നമ്മളെ ഒരു അൺഹെൽത്തി, നമ്മളെ ഒരു രോഗിയാക്കി തീർക്കുന്ന ഒരു പ്രവണതയാണ് മടി എന്നുള്ളൊരു സംഭവം. നിങ്ങളെപ്പോഴും നിങ്ങൾ ഊർജ്ജസ്വലമാണ്, ഞാനത് പ്രവർത്തിക്കും, ഞാനത് ചെയ്യും, എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ പവർഫുള്ളാണ്, ഇങ്ങനെയുള്ള വേർഡ്സുകൾ എപ്പോഴും ഈ മടി വരുന്ന സമയത്ത് നിങ്ങളെപ്പോഴും ഉപയോഗിക്കുക കേട്ടോ. എവിടെയാണോ നിങ്ങൾക്ക് നാളെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബർഡനാണ്. ചുമക്കാൻ വയ്യാത്തൊരു ഭാരം നിങ്ങൾ ചുമക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന് ഒന്നിലധികം പ്രശ്നങ്ങളെ തലയിൽ ചുമന്ന് അത് ഇറക്കി വെക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സറണ്ടർ ചെയ്യുക. എവിടെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. മടി ഉണ്ട് എങ്കിൽ, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്കതിനെ അതിനെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സറണ്ടർ ചെയ്യുക. അൺഹെൽത്തി, അൺസാറ്റിസ്ഫൈഡ് എനർജിയിൽ നിന്നും, സംതൃപ്തമല്ലാത്ത അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തിറങ്ങുക. അഫർമേഷൻസ് എഴുതുക കേട്ടോ. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഇന്നത് പൂർത്തീകരിക്കും, ഞാൻ ഇന്ന സ്ഥാനത്തെത്തും, ഞാൻ സാമ്പത്തികം. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് 2 ലക്ഷം രൂപ ലഭിച്ചു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് നമുക്ക് വാട്സപ്പിൽ എഴുതിയിട്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളത് നിങ്ങൾ റൈറ്റിംഗ് ചെയ്തിടണം കേട്ടോ, എഴുതിയിടണേ. വോയിസ് ആയിട്ടാണ് കൂടുതലും ആൾക്കാർ പറയുന്നത്. അതെനിക്ക് കൊണ്ടുവന്ന് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. നിങ്ങളൊരു ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ എനിക്കത് യൂട്യൂബിനകത്ത് ഇടാൻ പറ്റും. മറ്റേ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം. അതിനൊക്കെ സമയവുമില്ല, അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയാസ് എനിക്കില്ല കേട്ടോ. അപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണെങ്കിലും ടൈപ്പ് ചെയ്തിട്ടാൽ നമുക്കത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് അത് കാണുമ്പം തന്നെ അതൊരു വിശ്വാസമായി അവർ മാനിഫെസ്റ്റേഷനും റൈറ്റ് ഹീലിംഗും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് അവരിലൊരു മാറ്റം വരികയും ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ കാരണം ഒരു വ്യക്തിക്ക് ഒരു മാറ്റം വന്നാൽ, അവരുടെ ജീവിതത്തിൽ ഒരു വിജയം വന്നാൽ അതിലും വലിയതായിട്ട് ഒന്നും തന്നെ ഇല്ല നമുക്ക് ഭൂമിയിൽ ചെയ്തിട്ട് പോകാനെന്നൊക്കെ ഉള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ ഒരു മടി എന്ന കാര്യങ്ങൾ മാറണമെങ്കിൽ അഫർമേഷൻ തന്നെ എഴുതണം. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇത്ര മണിക്കുള്ളിൽ തീർത്തിരിക്കുന്നു, ഞാൻ ചെയ്തിരിക്കുന്നു, അതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു, ഞാൻ ഇന്ന കാര്യം നേടിയിരിക്കുന്നു, അതിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് അഫർമേഷൻസുകൾ പറയുകയോ എഴുതുകയോ ചെയ്യുക. എപ്പോഴും നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ സ്വയം നമ്മളെ തന്നെ പുഷ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മളിൽ ആ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു വ്യക്തിയെ ഉണർത്തുക. അതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുക. തീർച്ചയായിട്ടും മാറും, നിങ്ങളിലേക്ക് വന്നു ചേരും. എല്ലാവർക്കും ഈ ഭൂമി സമൃദ്ധി നിറച്ചു വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഒരാൾ മാത്രം പണക്കാരനാവുക, മറ്റവൻ പാവപ്പെട്ടവനാകുക, ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കടന്നു പോവുക, അങ്ങനെ ഒരു നിയമം ഈ പ്രകൃതിയിലില്ല. എല്ലാവർക്കും ഒരേ അളവിന് സമ്പൽ സമൃദ്ധി ഉണ്ട് ഈ ഭൂമിയിൽ. അത് അവരവരുടെ മൈൻഡ് സെറ്റാണ്, നമ്മുടെ ചിന്തകളാണ് നമുക്ക് ഓരോന്ന് എത്തിക്കുന്നത്. നമ്മുടെ പേരൻസ് പണ്ട് പറഞ്ഞു തന്ന പോലെ നമ്മൾ ഉള്ളതും കൊണ്ട് ജീവിക്കണം, മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കണം. അതൊക്കെ തെറ്റായ ഒരു നിയമമാണ്. ശരിക്കും നമുക്കും അവർക്കും എല്ലാം ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെയാണ് സമ്പത്ത് നൽകിയിരിക്കുന്നത്, സമൃദ്ധി നൽകിയിരിക്കുന്നത്, സന്തോഷം നൽകിയിരിക്കുന്നത്. അത് നമ്മളെങ്ങനെ സ്വന്തമാക്കുന്നു എന്നതുപോലെയാണ്.
1-ാം ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ 10 കുട്ടികളുണ്ടെങ്കിലും 50 കുട്ടികളുണ്ടെങ്കിലും ഒരേ പാഠപുസ്തകമാണ് അവർ പഠിക്കുന്നത്. ഒരു കുട്ടി ഏറ്റവും നല്ലോണം പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചു. ഒന്നും പഠിക്കാത്തവൻ ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് സമ്പത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴെന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ ഭാഗങ്ങളിലും ഒരാൾ വിജയിച്ചു പോകുന്ന അവൻ്റെ ഭാഗ്യം കൊണ്ടോ കഴിവ് കൊണ്ടോ എന്നല്ല. എല്ലാവർക്കും ഒരുപോലെ ഭാഗ്യവും കഴിവുമുണ്ട്. നമ്മൾ പ്രയത്നിക്കാതെ ഇരുന്നിട്ട് മറ്റൊരുത്തൻ രക്ഷപ്പെടുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ എപ്പോഴും മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കുക. മറ്റുള്ളവരൊരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു പോസിറ്റിവിറ്റി കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാവ് കൊണ്ട് 10 പ്രാവശ്യം അവരോടൊരു കൺഗ്രാജുലേഷൻ പറയുക, നീ മിടുക്കനാണെന്ന് പറയുക, നീ സൂപ്പറാണെന്ന് പറയുക, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയുക. ഇങ്ങനെ അനുഗ്രഹമുള്ള വാക്കുകൾ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചുരിയും തോറും നമ്മളിലേക്ക് തഥാസ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മളിലേക്ക് തിരിച്ചു വരികയാണെന്ന് മനസ്സിലാക്കുക. ഒരുത്തൻ ഒരു വീട് പണിത് വലിയൊരു വീട് പണിയുമ്പോൾ അവനെന്തോ ഒരു കള്ളത്തരത്തിൽ പണിതതാവും, അവനെന്തോ പണം കിട്ടി, അങ്ങനെയല്ല പറയേണ്ടത്. അവനത് കൊടുത്തതിൽ ദൈവത്തോട് അനുഗ്രഹം പറയുക, ദൈവമേ നന്നായിരിക്കുന്നു, ആ വ്യക്തിക്ക് അത് ലഭിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്, അവനതിനുള്ള അർഹതയുണ്ട്, അവനതിന് കഠിനാധ്വാനം ചെയ്തു എന്ന് നമ്മൾ പറയുമ്പം തഥാസ്തു എന്ന് പറയുന്നത് നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. അപ്പം നമുക്കും അതിനുള്ളൊരു അവസരം പ്രപഞ്ചം ഇട്ട് തരും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളും ഉപയോഗിക്കാൻ. നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നുമില്ല, ശൂന്യമാണ് നമ്മുടെ ജീവിതം കേട്ടോ. അതുപോലെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ചില ബന്ധങ്ങൾ ചില ഇമോഷണൽ പരമാകുന്ന, നിങ്ങൾ ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഒരു ഹെൽത്തി എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം നൽകുന്ന ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നത് നിങ്ങൾക്ക് ഹെൽത്താണെന്നാണ്, ഹെൽത്തി എനർജിയിലേക്കാണ്. അതായത് അത് നിങ്ങളുടെ ലൈഫിന് പോസിറ്റീവാണ്, നിങ്ങൾക്കത് അനുകൂലമാണ്, അനുയോജ്യമാണ്. നിങ്ങളെ മാനസിക പിരിമുറുക്കം, ഒരു റോങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്ന, നിങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് തോന്നുന്ന ഒരിടത്ത് നിന്നും ഇറങ്ങിപ്പോകുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ നിൽക്കും തോറും നമ്മൾ എന്താണ്, തളർന്നുകൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ ഇന്നത്തെ ദിവസം ഒരു ഗാർഡിയൻ എനർജിയിലാണ്, പ്രൗഡായിട്ട് നിൽക്കേണ്ട സമയമാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു സ്നേഹവും ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ തോന്നേണ്ട ദിവസമാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് പല കാര്യങ്ങളിലും എന്നുള്ള എനർജി വന്നിട്ടുണ്ട്. ഫാമിലി പരമായിട്ടൊക്കെ ചിലരെ സംബന്ധിച്ചൊരു വിവാഹം, ഒരു മംഗളകർമ്മമൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ബന്ധങ്ങളിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പേരൻസായിട്ടും നിങ്ങളുടെ ഫാമിലി ബന്ധത്തിലൊക്കെ പാർട്ട്ണറായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഇന്നൊരു ഒത്തൊരുമ വരുന്നുണ്ട് കേട്ടോ, ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്, ഒരു ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അകൽച്ചയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾക്കൊരു അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇന്നൊരു തിരിച്ചൊരു റീയൂണിയനാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒരു ക്ലാരിറ്റിയോട് കൂടി, അല്ലെങ്കിൽ എല്ലാം മറന്ന്, നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയൊക്കെ മറന്ന് ഒരു സന്തോഷം നിറഞ്ഞ ഒരു സെലിബ്രേഷൻ കൂട്ടുകാരുമായിട്ടൊക്കെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു എനർജിയിൽ, ആക്ഷനിൽ നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ജോലി സ്ഥലത്താവാം, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ മുമ്പിൽ അധികാരം കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ആക്ഷനിൽ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യണം. അതായത് അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒന്ന് സൈലൻ്റ് ആയാൽ, ഒരു പക്ഷേ നിങ്ങളൊരു ഇച്ചിരി ഭയഭക്തിയോടുകൂടി നിന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്തും വന്നു ചേരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പേരൻസുമായിട്ടോ മറ്റുമൊക്കെ ഒരു സംസാരം, ഒരു കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് പരമായ മുന്നോട്ടേക്കുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളെ ബേസ് ചെയ്തോ മറ്റും എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിലൊന്ന് ഡൗൺ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ദേഷ്യം, നിങ്ങളുടെ ഒരു സഡനുള്ള ആക്ഷൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലായിട്ടൊരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു പതർച്ച ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട്. അത് പോസിറ്റീവായിട്ട് തന്നെ കണക്റ്റ് ചെയ്ത് പോകുക. നമ്മളൊന്ന് ക്ഷമയോടുകൂടിയും ദീർഘവീക്ഷണത്തോടു കൂടിയൊക്കെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ലൈഫിൽ പലതും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെയാണ്
കേട്ടോ. നിങ്ങളുടെ സമയത്തിൻ്റെയൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊക്കെ ഇന്ന് നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടും സമയമായിട്ടും ഒക്കെ തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം മുന്നോട്ടേക്ക് പോകുക. ഒരു സെലിബ്രേഷൻ, സന്തോഷത്തിൻ്റെയൊക്കെ ദിവസമാണ്. പിന്നെ കുറച്ച് ശ്രദ്ധയോടുകൂടി പോകേണ്ട ദിവസമാണ്. കുറച്ചൊക്കെ നമുക്കൊരു മടുപ്പും ഒരു എന്താ പറയുക, ഒരു വിരക്തിയും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്തെടുക്കാനും അതിൽ കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അശ്രാന്തം പരിശ്രമിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് ജീവിത വിജയം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇന്നലെ വരെ ഉള്ളതുപോലെയല്ല. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, ഹാപ്പിനെസ് ആണ് എന്നാണ് കാണുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ടാസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നിങ്ങൾ സെൽഫായിട്ട് വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ടൈമാണ് കേട്ടോ. നിങ്ങളുടെ ഒറ്റയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ് എങ്കിൽ നിങ്ങൾക്കതിനൊക്കെ പറ്റിയ സമയമാണ്. അതൊക്കെ ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. നല്ല സമയമാണ് ഇന്നത്തെ ദിവസം പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന്. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കുടെ ബന്ധങ്ങളിൽ, ഞാൻ പറഞ്ഞില്ലേ, സൗഹൃദ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ പ്രസൻസിൽ, അല്ലെങ്കിൽ സഹോദര നമ്മുടെ കസിൻസ് എനർജിയിലൊക്കെ പെട്ടുള്ള കാര്യങ്ങളെയൊക്കെ അകൽച്ചയോ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സൈൻ എനർജി വരുന്നുണ്ട്. പിന്നെ നിങ്ങളോട് അമിതമായിട്ട് സ്നേഹവും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വളരെയധികം ശ്രദ്ധയോടുകൂടി ഒരു മുന്നോട്ടേക്ക് നീങ്ങുക എന്നാണ് കാണുന്നത്. ഇറ്റ്സ് അപ്പ് ടു യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊരു ആശയം കുഴപ്പമുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് അപ്പ് ടു യു എന്നാണ് കേട്ടോ. അതായത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണേലും നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു തീരുമാനമെടുക്കാം, സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുക്കാം. നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ.